നമസ്കാരം. പശ്ചിമേഷ്യയിൽ എല്ലാം കൈവിട്ടു പോവുകയാണ്. ട്രംപിൻ്റെ സ്വപ്ന പദ്ധതികളെല്ലാം തന്നെ തകർന്നു തരിപ്പണമാകുന്ന കാഴ്ചയാണ് യുദ്ധത്തിൻ്റെ 9ാം ദിവസം കാണാൻ സാധിക്കുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇറാൻ്റെ ടബ്രീസ് അടക്കമുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ അമേരിക്ക തച്ചുടച്ചു കഴിഞ്ഞു എന്ന വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഒപ്പം ഖഷം ദ്വീപ്, ബന്ദർ അബ്ബാസ് തുടങ്ങി തീരദേശ മേഖലകളിലൊക്കെ ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കാരണം ഇറാൻ്റെ തീരമേഖലകൾ കടന്നാക്രമിച്ച് ഹോർമുസിൻ്റെ നിയന്ത്രണം അതുവഴി കൈക്കലാക്കാമെന്നാണ് ട്രംപ് ഇപ്പോൾ കരുതുന്നത്. അതായത് തീരദേശ മേഖലകളിലെ ഇറാൻ്റെ സന്നാഹങ്ങൾ, ആയുധ കേന്ദ്രങ്ങൾ, റോക്കറ്റ് ലോഞ്ചറുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായി തകർത്താൽ തീരമേഖലകളിൽ നിന്ന് ഹോർമുസിലേക്ക് ഇറാൻ ആക്രമണം നടത്താൻ കഴിയില്ല എന്നും ആ സമയത്ത് അമേരിക്കൻ പടക്കപ്പലുകൾ ഇറക്കി ഹോർമുസിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അതുവഴി കപ്പലുകളെ സുഗമമായി കൊണ്ടുപോകാൻ കഴിയുമെന്നുമൊക്കെയാണ് ട്രംപ് കരുതുന്നത്. പക്ഷേ അതിന് 9ാം ദിവസം ശക്തമായ തിരിച്ചടി ഇറാൻ നൽകിയിരിക്കുന്നു. അതായത് ഇന്ന് ഹോർമുസിലൂടെ പോകാൻ ശ്രമിച്ച 2 കപ്പലുകൾ, ഈ 2 വാണിജ്യ കപ്പലുകളും അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം അമേരിക്ക കാണിച്ചു കൊടുത്ത വഴിക്ക് രഹസ്യമായി പോയതായിരുന്നു. അതായത് അവരുടെ റഡാറുകൾ അടക്കം ഓഫ് ചെയ്ത് ഒരു കപ്പൽ കണ്ടെത്താനുള്ള സാധ്യതകളൊന്നുമില്ലാത്ത വിധത്തിൽ രഹസ്യമായി അമേരിക്ക പറഞ്ഞൊരു പുതിയ വഴിയിലൂടെ, അതായത് ഇറാൻ നിർദ്ദേശിച്ച ഹോർമുസിലെ വഴിയിലൂടെയല്ല, മറിച്ച് അമേരിക്ക നിർദ്ദേശിച്ച ഒരു പുതിയ റൂട്ടിലൂടെ അമേരിക്കയുടെ വാക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോയ കപ്പലുകളാണ് ഇപ്പോൾ ഇറാൻ പൂർണ്ണമായി തകർത്തിരിക്കുന്നത്. ഈ കപ്പലുകൾക്ക് നേരെ ശക്തമായ ആക്രമണം ഉണ്ടാവുകയും കപ്പൽ നടുക്കടലിൽ നിന്നു പോവുകയും ഇപ്പോഴത് മുങ്ങിക്കൊണ്ടിരിക്കുകയുമാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. അതായത് ട്രംപിൻ്റെ ഹോർമുസ് പിടിച്ചെടുക്കൽ പദ്ധതിക്ക് അവിടെയും ശക്തമായ തിരിച്ചടി കിട്ടി എന്നു തന്നെ വേണം കരുതാൻ. കാരണം ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് ഇനി ഈ യുദ്ധം ജയിക്കുക എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് യുദ്ധം ജയിക്കേണ്ടത്? യുദ്ധം ജയിക്കുകയാണെങ്കിൽ ഇറാൻ പൂർണ്ണമായി കീഴടങ്ങി അമേരിക്കയ്ക്ക് വഴിപ്പെട്ട് ഒന്നുകിൽ ഒരു കരാറിൽ ഒപ്പുവെക്കണം, അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി ഇറാനിൽ നിന്ന് അമേരിക്ക പിടിച്ചെടുക്കുകയും അമേരിക്കൻ കപ്പലുകൾ അവിടെ സുരക്ഷയൊരുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോർമുസിലൂടെ ഇറാൻ്റെ വെല്ലുവിളി അതിജീവിച്ചുകൊണ്ട് വാണിജ്യ കപ്പലുകൾ കടന്നു പോവുകയും വേണം. അതിനുവേണ്ടിയാണ് അമേരിക്ക ഇപ്പോൾ വലിയ ആക്രമണങ്ങൾ ഇറാൻ്റെ തീരമേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നത്. ഇറാൻ്റെ റഡാർ കേന്ദ്രങ്ങൾ, അതായത് പ്രധാനമായും ഹോർമുസിലൂടെ കപ്പലുകൾ പോയാൽ കണ്ടെത്താൻ കഴിയുന്ന റഡാർ സെൻറ്ററുകൾക്ക് നേരെ തന്നെയാണ് അമേരിക്ക ആക്രമണങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഇറാൻ്റെ പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷനുകൾ, റേഡിയോ സ്റ്റേഷനുകൾ അടക്കമുള്ള ഈ യുദ്ധത്തെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള തന്ത്രപ്രധാനമായ ഈ കോർഡിനേറ്റിംഗ് സ്റ്റേഷനുകൾ അമേരിക്ക തെരഞ്ഞുപിടിച്ച് തകർക്കുന്നുണ്ട്. അതുപോലെ തീരമേഖലയിലെ സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ ലോഞ്ചിങ് പാഡുകൾ തുടങ്ങിയവയൊക്കെ തെരഞ്ഞുപിടിച്ചാണ് അമേരിക്ക ആക്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഹോർമുസിലൊരു ക്രിയാത്മകമായ ഇടപെടൽ ഇറാൻ നടത്തുന്നത് ഈ പറയുന്ന തീരമേഖലയിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോർമുസിലേക്ക് ഇറാൻ ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ സ്വപ്നം. അതാണ് ഇറാൻ ഇപ്പോൾ തകർത്തിരിക്കുന്നത്. അതായത് തുടർച്ചയായ 9ാം ദിവസവും ഇറാൻ്റെ തീരമേഖലകൾ കേന്ദ്രീകരിച്ച് വലിയ ആക്രമണങ്ങൾ അമേരിക്ക നടത്തിയിട്ടും ഹോർമുസിന് മേലുള്ള ഇറാൻ്റെ നിരീക്ഷണം, അല്ലെങ്കിൽ ഇറാൻ്റെ ഗ്രിപ്പ്, ഇറാൻ്റെ ആധിപത്യം, ഇതൊന്നും തകർക്കാൻ തങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് അല്പം ഞെട്ടലോടെയാണെങ്കിലും ട്രംപും അമേരിക്കൻ സൈന്യവും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായി പറയാനുള്ള കാര്യം. അതുപോലെ തന്നെ ട്രംപിൻ്റെ കയ്യിൽ നിന്ന് ഈ യുദ്ധം പിടിവിട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട്. കാരണം ട്രംപിനെ സംബന്ധിച്ച് ഇറാനെ ആക്രമിക്കുക, ഇറാനെ കീഴടക്കുക, ഇറാനെ കൊണ്ട് കരാറിൽ ഒപ്പുവെപ്പിക്കുക, ഹോർമുസ് പിടിച്ചെടുക്കുക, ഇറാൻ്റെ സമ്പുഷ്ടീകരിച്ച് യുറേനിയം മുഴുവൻ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി ഇറാൻ ആണവോർജം ഉപയോഗിക്കുന്നില്ല, ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ഇറാന് കഴിയില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുക എന്നുള്ളതൊക്കെയാണ് ട്രംപിൻ്റെയും അമേരിക്കയുടെയും സ്വപ്നം. പക്ഷേ അതിലേക്ക് കടക്കാൻ വേണ്ടി ഇങ്ങനെ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്നതല്ലാതെ മറ്റൊരു പോംവഴിയും ട്രംപിന് മുന്നിൽ ഇല്ലതാനും. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇറാൻ കരുതിക്കൂട്ടി ഈ യുദ്ധം വിപുലമാക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത, ഇറാഖിലെ അമേരിക്കൻ കേന്ദ്രത്തിലേക്ക് ഇറാഖിലെ ഇറാൻ അനുകൂല മിലീഷ്യകൾ ചില ആക്രമണങ്ങൾ നടത്തി.
അതിലൊരു അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെട്ടു. ജോർദാനിലേക്ക് ഇറാൻ ആക്രമണം നടത്തി 3 സൈനികർ കൊല്ലപ്പെട്ടു. അതുപോലെ കുവൈറ്റിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ വൈദ്യുത പ്ലാന്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കഴിഞ്ഞ രാത്രി ഇറാൻ ആക്രമണങ്ങൾ നടത്തി. ബഹ്റൈനിലേക്ക് ആക്രമണം നടത്തി. അങ്ങനെ ഇറാൻ ഒരേ സമയം അമേരിക്കയുടെ ഹോർമുസിലെ നിയന്ത്രണങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തുകയും അതേസമയം ഈ യുദ്ധം വ്യാപിപ്പിക്കുന്ന വിധത്തിൽ കൂടുതൽ രാജ്യങ്ങളിലെ അമേരിക്കൻ സങ്കേതങ്ങൾ തച്ചു തകർക്കുകയും ഒപ്പം തങ്ങളെ അനുകൂലിക്കുന്ന ഗ്രൂപ്പുകളെ ഈ യുദ്ധത്തിലേക്ക് അഴിച്ചുവിടുകയുമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ടാണ് ഒരേ സമയം ഇറാഖിലും ജോർദാനിലും കുവൈറ്റിലും അതുപോലെ ഈ പറയുന്ന ബഹ്റൈനിലും ഒക്കെ ആക്രമണങ്ങൾ നടക്കുന്നത്. അതേസമയം തന്നെ ഹോർമുസിലും ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇറാൻ ഒരേ സമയം ബഹുമുഖ യുദ്ധമാണ് നടത്തുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ എന്നൊരൊറ്റ ടാർഗറ്റേ ഉള്ളൂ. അതിനപ്പുറം അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇറാനിലെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നു, അതുവഴി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിനപ്പുറം ഇറാനെ എങ്ങനെ പിടിച്ചുകെട്ടാം, ഇറാൻ്റെ ഈ ബഹുമുഖ ആക്രമണ നെറ്റ്വർക്കുകൾ എങ്ങനെ തകർക്കാം, ഇറാനിൽ നിന്നുള്ള തിരിച്ചടികളുടെ തീവ്രത എങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചൊന്നും ട്രംപിന് ഒരു രൂപവും കിട്ടുന്നില്ല എന്നു തന്നെ പറയണം. കാരണം 8ാം ദിവസമായ ഇന്നലെ ഇറാൻ അമേരിക്കയുടെ വിമാനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ജോർദാനിലെ കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെ വിമാനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായി എന്നാണ് ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. റീഫ്യൂവലിംഗ് വിമാനം അടക്കമുള്ളവയ്ക്ക് തകരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കയുടെ യുദ്ധം ഈ 7-8 ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ നീണ്ടുനിന്ന ഈ വലിയ ആക്രമണം ഇറാൻ്റെ ശക്തി ക്ഷയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും തീവ്രമായ ആക്രമണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇറാൻ്റെ ശക്തി ക്ഷയിപ്പിക്കാൻ, ഇറാന് ഡാമേജ് ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നുണ്ട്. ഇറാനിലെ പാലങ്ങൾ തകർക്കപ്പെടുന്നുണ്ട്, റോഡുകൾ തകർക്കപ്പെടുന്നുണ്ട്, ഈ ദ്വീപുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട്, ഊർജ്ജ പ്ലാന്റുകൾ തകർക്കുന്നുണ്ട്, വൈദ്യുതി വിച്ഛേദിക്കുന്ന വിധത്തിൽ അവിടെ വൈദ്യുത മേഖല തകർക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് സൈനികമായി ഇറാൻ്റെ ശക്തി ക്ഷയിപ്പിച്ചുകൊണ്ട് ഇറാൻ്റെ ആക്രമണത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്ന വിധത്തിൽ ഇറാൻ ഒരു ചർച്ചയ്ക്ക് സന്നദ്ധമാകുന്ന തരത്തിലേക്ക് ഈ യുദ്ധത്തെ കൊണ്ടുപോകാനായി അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് അമേരിക്കയുടെ പരാജയം അവിടെ മാർക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ പ്രധാനമായും കാണണം. ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളിൽ പോലും ഹോർമൂസ് ഞങ്ങൾക്ക് വേണമെന്ന് പറയാൻ ട്രംപിന് ധൈര്യമില്ല. ട്രംപ് പറയുന്നത് എന്താണ്? ഞങ്ങളുടെ സൈനികരെ കൊലപ്പെടുത്തിയതിനുള്ള അവരോടുള്ള ആദരസൂചകമായിട്ടുള്ള പ്രതികാരമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന്. അപ്പം മുജ്തബ ഖാംനെയി പറഞ്ഞിരുന്നു ട്രംപിനെ വധിക്കുമെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ, നെതന്യാഹു അടക്കം ഹിറ്റ് ലിസ്റ്റിലുണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ മുജ്തബ ഖാംനെയി പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ആയത്തുള്ള അലി ഖാംനെയി അടക്കമുള്ളവരുടെ രക്തസാക്ഷിത്വത്തിന് പകരം ചോദിക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്നത്, അതായത് അമേരിക്ക പറയുന്നത്, ഞങ്ങളുടെ സൈനികരെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമായിട്ടാണ് ഇനി യുദ്ധം. അതായത് എന്തിനു വേണ്ടി യുദ്ധം നടത്തുന്നു എന്ന ചോദ്യത്തിന് ഓരോ ദിവസവും ഓരോരോ കാരണങ്ങളാണ് ട്രംപ് പറയുന്നത്. ഇപ്പം മദ്യപിക്കുന്ന ആളുകൾ, കള്ളുകുടിയന്മാർ ഓരോ ദിവസവും കള്ളു കുടിക്കാൻ കാരണങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞതുപോലെ ട്രംപ് പറയുന്നത് ഓരോ ദിവസവും ഓരോരോ കാരണങ്ങളാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു ഇറാനെ നിരായുധീകരിക്കണം, ഇസ്രായേലിന് വേണ്ടിയാണ് യുദ്ധം, ഇറാൻ്റെ ഭരണമാറ്റമാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഞങ്ങൾക്ക് വേണം, ഇറാനിൽ നിന്ന് ഞങ്ങൾ എണ്ണ കടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് യുദ്ധം തുടങ്ങിയ ട്രംപ് പിന്നീട് ശ്രദ്ധ മുഴുവൻ ഹോർമുസിലേക്ക് മാറ്റി. ഇപ്പോൾ സൈനികർ കൊല്ലപ്പെട്ടതിൻ്റെ അവരോടുള്ള ആദരസൂചകമായിട്ടാണ് യുദ്ധം നടത്തുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ എല്ലായിടത്തെയും സൈനിക കേന്ദ്രങ്ങൾ നിരന്തരമായി ആക്രമിക്കപ്പെടുകയാണ്. തത്വത്തിൽ അമേരിക്ക എന്ന രാജ്യത്തിനുള്ളിലേക്ക് ആക്രമണങ്ങൾ ഒന്നും നടക്കുന്നില്ല. പ്രായോഗികമായി അത് ഇറാന് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ജനത സ്വസ്ഥമായിരിക്കുന്നു, അവർക്ക് അപകടങ്ങളൊന്നുമില്ല എന്നതിനപ്പുറത്തേക്ക് അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടവും നാണക്കേടും തിരിച്ചടിയും ഉണ്ടാകുന്ന വിധത്തിൽ ഈ യുദ്ധം മാറുകയാണ് എന്ന് തന്നെ പറയണം. മാത്രമല്ല ഇറാൻ ഇന്ന് മുതൽ എടുത്തിരിക്കുന്ന മറ്റൊരു പ്രതിജ്ഞ, കടലിൽ ഞങ്ങൾക്ക് ആധിപത്യമുള്ള എവിടെ അമേരിക്കൻ കപ്പൽ കണ്ടാലും ഞങ്ങൾ തകർക്കുമെന്നാണ്. അത് ചിലപ്പോൾ ചെങ്കടലിലാകാം. ഹുത്തികളെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഹുത്തികൾ ചിലപ്പോൾ ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഇനി ആക്രമണങ്ങൾ നടത്താം. അതുപോലെ ഹോർമൂസ് കടലിന് ചുറ്റും കെട്ടിക്കിടക്കുന്ന കപ്പലുകളിൽ അമേരിക്കൻ കപ്പലുകൾ ഉണ്ടെങ്കിൽ അതിന് നേരെയും ആക്രമണങ്ങൾ നടത്താം. അങ്ങനെ സർവ്വസംഹാരം എന്നൊരൊറ്റ ലക്ഷ്യത്തിൽ ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ എന്തു ചെയ്യണമെന്ന് ട്രംപിന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഹോർമൂസ് ഇപ്പോഴും കീഴടക്കിയിരിക്കുകയാണ് ഇറാൻ എന്നുള്ള യാഥാർത്ഥ്യം കൂടി പുറത്തു വരികയാണ്.
അവിടെ എന്തു ചെയ്യണമെന്നറിയാതെ സർവ്വവും നഷ്ടപ്പെട്ട് എല്ലാം കൈവിട്ട അവസ്ഥയിലാണ് ട്രംപ് ഉള്ളത്. ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളുടെ വാർത്തകളും വിശകലനങ്ങളും കാണുമ്പോൾ നമുക്ക് തോന്നും ഇറാൻ തകർന്നു തീർന്നു എന്ന്. പക്ഷേ കഴിഞ്ഞ 4-4.5 മാസമായി ഇത് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനിലേക്ക് ആക്രമണം നടത്തി, ഇറാൻ്റെ അവിടെ തകർത്തു, ഇവിടെ തകർത്തു, ഇറാൻ്റെ ആണവ കേന്ദ്രത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന ആണവ കേന്ദ്രത്തിലേക്ക് പോലും ഇപ്പോൾ ആക്രമണം നടന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇറാൻ തിരിച്ചടി അവസാനിപ്പിക്കുന്നില്ല. അമേരിക്കയ്ക്ക് യുദ്ധം ജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ട്രംപിന് അദ്ദേഹം വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ ഇറാൻ കീഴടങ്ങണം, അല്ലെങ്കിൽ ഇറാൻ ഒരു കരാറിൽ ഒപ്പിട്ട് യുദ്ധം അവസാനിപ്പിച്ച് മാറി നിന്നെങ്കിൽ മാത്രമേ ട്രംപിൻ്റെ ഹോർമൂസ് കീഴടക്കൽ അടക്കമുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇത് സങ്കീർണമായ അവസ്ഥയിലേക്ക്, കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് യുദ്ധം മാറിക്കൊണ്ടിരിക്കും. അമേരിക്കയ്ക്കും നഷ്ടമുണ്ടാവും, ഇറാനും നഷ്ടമുണ്ടാകുമെന്നതിനപ്പുറത്തേക്ക് യുദ്ധം കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ലാത്ത വിധത്തിൽ, ലോകത്തിന് ആശങ്കയുണ്ടാകുന്ന വിധത്തിൽ, ലോകത്തിന് വലിയ ഗുരുതരാവസ്ഥയുണ്ടാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. അങ്ങോട്ടാണ് ട്രംപ് ഇപ്പോൾ ഈ യുദ്ധത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. 18ഓളം അമേരിക്കൻ സൈനികർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ ഡെമോക്രാറ്റുകൾ അടക്കം അമേരിക്കയിൽ വലിയ പ്രതിഷേധവും ഉയർത്തുന്നുണ്ട്. അത് ട്രംപിന് വ്യക്തിപരമായി വലിയ ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന യാഥാർത്ഥ്യവും ഇപ്പോൾ പുറത്തു വരികയാണ്.